നമുക്ക് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവും ആയ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം എന്തായിരുന്നു? അപ്പോസ്തലന്മാർക്ക് ലഭിച്ച വിശ്വാസം എന്തായിരുന്നു? എനിക്കൊരു ഭവനം ദൈവം ഒരുക്കി തരുന്നതാണോ? ആണോ? എൻ്റെ വിസ റെഡിയാക്കി തരുന്ന അതായിരുന്നു അപ്പോസ്തലന്മാരുടെ വിശ്വാസം? ആയിരുന്നോ? രോഗം മാറുമെന്നായിരുന്നോ? കടം മാറുമെന്നായിരുന്നോ? അപ്പോൾ നമ്മുടെ കൈ കിട്ടിയേക്കുന്ന വിശ്വാസം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന അതേ വിശ്വാസമാണോ? അതോ ഈ ആരാധനാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ പോകുന്ന ആളുകൾക്ക് കിട്ടിയ വിശ്വാസമാണോ? ഏത് വിശ്വാസമാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്? തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നതിൻ്റെ വിശ്വാസം എന്താ? വേളാങ്കണ്ണി പോകുന്നയാളുടെ വിശ്വാസം എന്താ? എൻ്റെ പ്രശ്നങ്ങൾക്കൊരു വിടുതൽ അവിടെ ഉണ്ട്, അല്ലേ? നിങ്ങളുടെ വിശ്വാസം എന്താ? എൻ്റെ പ്രശ്നങ്ങൾക്കൊരു വിടുതൽ ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോസ്തലന്മാരുടെ വിശ്വാസം എന്തായിരുന്നു? അപ്പോസ്തലന്മാരുടെ വിശ്വാസം പ്രത്യാശയുടെ ഉറപ്പായിരുന്നു. അതായത് കർത്താവിൻ്റെ തേജസ്സിൽ ഞാൻ അവൻ്റെ മുഖം കാണുമെന്നും ഒരു ദിവസം അവനെപ്പോലെ രൂപാന്തരപ്പെടുമെന്നും അവർക്കറിയാമായിരുന്നു. അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഫെയ്ത്തിനെയാണ് നമ്മൾ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമുള്ളതാണ് ഈ ലേഖനം. അല്ലാത്തവർക്ക് നമുക്ക് ദാവീദിൻ്റെ ദാനിയേലിൻ്റെ കഥ മതി. ഏതാ? പഴയ വിശ്വാസം കിട്ടിയവർ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അല്ലേ? തീക്കകത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ അതൊക്കെ ഒരു നിഴൽ മാത്രമാണ്. അതിൻ്റെ ശരിയായ രക്ഷ എന്ന് പറയുന്നത് വരാനുള്ള നിത്യമായ തീയിൽ നിന്നുള്ള രക്ഷയാണ്. സിംഹത്തെ പോലെ അലറുന്ന സാത്താൻ്റെ കയ്യിൽ പെടാതെയുള്ള രക്ഷയാണ് ശരിക്കുള്ള രക്ഷ. ആ രക്ഷയാണ് പുതിയ നിയമം. ബാക്കിയെല്ലാം നിഴലുകളാണ്. ഇതിൻ്റെ പൊരുളായ രക്ഷ, ആ രക്ഷയുടെ വിശ്വാസമാണ് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത്. നമുക്ക് ഈ പ്രസംഗങ്ങളിലൂടെയും ഹാർവസ്റ്റ് ടിവിയിലൂടെയും പൗർവിഷനിലൂടെയൊക്കെ വരുന്ന വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതത്തിലുമുള്ള അതേ വിശ്വാസമാണ്. പൂജ നടത്തുമ്പോൾ അവർക്കുള്ള വിശ്വാസം, അല്ലെങ്കിൽ മലയാറ്റൂരിൻ്റെ മല കയറുമ്പം, ശബരിമല കയറുമ്പോൾ അവർക്കുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനയിൽ സംബന്ധിക്കുമ്പം അതാത് ആരാധനക്കാർക്കുണ്ടാകുന്ന വിശ്വാസം, അതേ വിശ്വാസം തന്നെ വേറൊരു രൂപത്തിൽ ക്യാപ്സ്യൂലായിട്ട് തരികയാണ്. നിൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത്. പക്ഷേ പത്രോസിൻ്റെ ലേഖനം അവർക്കുള്ളതല്ല. അതുകൊണ്ടാണ് ആ വിശ്വാസം പറയുന്നിടത്ത് ഈ ലേഖനമൊന്നും വായിക്കാത്തത്. അതുകൊണ്ട് ആ വിശ്വാസം പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലിക ലേഖനങ്ങൾ പഠിക്കാൻ പറ്റാത്തത്. അത് പഴയതും ഇത് പുതിയതുമാണ്. ഈ പഴയതും പുതിയതും കൂടെ കൂട്ടി തുന്നാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും അതും വേണ്ടേ ഇതും വേണ്ടേ, അത് വേണ്ട ഇത് മാത്രം മതി. അങ്ങനെ പറഞ്ഞാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ വിലയേറിയ വിശ്വാസം എവിടെ നിന്ന് വന്നതാണ്? നീതിയിൽ നിന്ന് വന്നതാണ്. നമുക്ക് ആ നീതിയിൽ നിന്ന് എങ്ങനെയാണ് വിശ്വാസം വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും താഴെ ഒരു സാധാരണ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അവൻ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിക്കുന്നവനായിരിക്കണം. ഇന്ത്യൻ പീനൽ കോഡ്, IPC, നമ്മുടെ മറ്റേ IPC അല്ല, ഇന്ത്യൻ പീനൽ കോഡ്. അതിലെ ആ പീനൽ കോഡ് ഒബേ ചെയ്യുന്നവരായിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒബേ ചെയ്യുന്നവരായിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അന്തസ്സത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇന്ത്യൻ പീനൽ കോഡിലെ ലിഖിതങ്ങളായ പ്രമാണങ്ങൾ ലംഘിക്കാത്തവരായിരിക്കണം. അവരാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. പോലീസ് ഓടിച്ചിട്ട് പിടിക്കേണ്ടാത്തവർ, സമൂഹത്തിലെ നിയമങ്ങൾ ലംഘിക്കാത്തവർ, അവരാണ് നീതിമാന്മാർ. സമൂഹത്തിൽ നോക്കുമ്പോൾ അതാണ് നീതിമാന്മാർ. പക്ഷെ അവർക്ക് ഇത്തിരി കള്ളു കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ആരും ഡിസ്റ്റർബ് ചെയ്യണം ചേരുന്നേ ഉള്ളൂ. പുക വലിച്ചിട്ട് ആരും കാണാത്തിടത്ത് പോയി പുക വിട്ടാൽ കുഴപ്പമില്ല, വേറെ ആർക്കും ഈ പുക വായിലോട്ട് വിടരുതെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുമായിട്ട് സിനിമ കാണാൻ പോയാൽ കുഴപ്പമില്ല, കാരണം അതൊന്നും ഗവൺമെൻറ് പോലീസ് പിടിക്കുന്ന കാര്യമൊന്നുമല്ല, അവർക്ക് ടാക്സ് കിട്ടുന്ന കാര്യമാണ്, ചെയ്തോളെന്ന് പറയും. അവരെല്ലാം നീതിമാന്മാരാണ്. എന്നാൽ സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം പ്ലസ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ്? കള്ളു കുടിക്കാൻ പാടില്ല, പിന്നെ സിഗരറ്റ് വലിക്കാൻ പാടില്ല, തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ പാടില്ല, പിന്നെന്താ, ചർച്ചിലെ പ്രാർത്ഥനകളെല്ലാം റെഗുലറായിട്ട് സംബന്ധിക്കണം, പാസ്റ്റർമാർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം, പിന്നെന്താ, സൗമ്യമായി മര്യാദയ്ക്കൊക്കെ പെരുമാറണം, പിന്നെ പാസ്റ്റർ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഉറക്കെ ഹല്ലേലൂയ പറയണം, അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം അടിച്ച് നിർത്തിയാലും നിർത്തരുത്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ രാജ്യത്തിൻ്റെ നീതി പ്ലസ് സഭയുടെ നീതി ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നീതിയുടെ 2ാമത്തെ വര വരയ്ക്കാം. അതിന് മുകളിൽ കയറുന്നവരെയാണ് നമ്മൾ വിശ്വാസികളെന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. സമ്മതിച്ചോ? അപ്പോൾ ഏറ്റവും താഴത്തെ വരെ കിടക്കുന്നവനും അതിന് താഴെ കിടക്കുന്നവനെയും പിടിച്ച് സഭയുടെ വരയിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവരെല്ലാം ശിഷ്യന്മാരായി എന്നാണ്. എന്നാൽ 3ാമതൊരു വര കൂടിയുണ്ട്.
ആ വര എൻ്റെ വരയാണ്. എൻ്റെ വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരിലെല്ലാം ഉള്ളതിൽ നീതിമാൻ ഞാൻ തന്നെയാണ്. നന്നാകാൻ എളുപ്പമാണ്. എനിക്ക് ഇത്തിരി 1-2 പ്രശ്നങ്ങളെ ദൈവത്തിന് മുമ്പിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഉള്ളതിൽ നീതിമാനെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടാകുന്നത്. വേറൊരാളുടെ നീതി നമ്മൾ സമ്മതിക്കില്ല. അപ്പം 3-ാമത്തെ വര. ഈ 4-ാമത് ഒരു വരയും കൂടെ ഉണ്ട്. അതാണ് പാസ്റ്ററുടെ വര. ഈ സഭയിൽ ഏറ്റവും നീതിമാൻ ആരാ? പാസ്റ്ററല്ലേ? ഞാനതൊന്ന് വിശദീകരിക്കാം. നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ വരുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ? പാസ്റ്റർ വരുമ്പോൾ പെട്ടെന്ന് ഹാർവസ്റ്റ് ചാനലോട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചുറ്റി. അപ്പോൾ നിങ്ങൾ പറയും, ഇത് പിള്ളേരങ്ങനെ വെച്ചിരുന്ന TV ഓൺ ചെയ്തപ്പം ഞങ്ങളൊന്നും കാണാറൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തടി തപ്പും. എങ്ങനെയെങ്കിലും എന്തിനാ പാസ്റ്റർ കാര്യമാക്കാൻ പോകുന്നില്ല. അങ്ങനെ കാര്യമാക്കാൻ പോയാൽ സഭയിൽ ആരും കാണുകയില്ല. പക്ഷെ നിങ്ങൾ പാഴ്സനേജിൽ വരുമ്പോൾ പാസ്റ്റർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതോടെ പുള്ളിയുടെ ശുശ്രൂഷ തീർന്നു. കാരണം എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും നീതിയേക്കാൾ മുകളിലായിരിക്കണം ആരുടെ നീതി, അല്ലേ? അല്ലെങ്കിൽ ഈ പുള്ളി പ്രാർത്ഥിച്ച ദൈവം. പാസ്റ്റർ എന്തിനാണ് നമ്മൾ പൈസ കൊടുത്തിരുത്തിയേക്കുന്നറിയോ? എന്തിനാ? നമ്മുടെ പിള്ളേരുടെ വിസയുടെ തടസ്സങ്ങൾ മാറ്റാൻ പ്രാർത്ഥിക്കാനും, നമ്മുടെ രോഗങ്ങൾ മാറാനും, നമ്മുടെ ബിസിനസ് ശരിയാവാനും വേണ്ടി നമ്മൾ മാസം പൈസ കൊടുത്തിരുത്തിയേക്കുന്ന ഒരു പ്രാർത്ഥനാ തൊഴിലാളിയാണ് പാസ്റ്റർ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഉള്ളതിൽ നീതിയോടെ ജീവിച്ചില്ലെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുമോ? 4-ാമത്തെ വര. 4 വരകൾ മനസ്സിലായോ? നിങ്ങളിതിൽ ഏത് വരയില? 2-ാമത്തെ അല്ലേ? ആണോ? അതോ 3-ാമത്തെയോ? അതോ 4-ാമത്തെയോ? തീർന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് 5-ാമത്തെ ഒരു വരയുണ്ട്. അതാണ് പൗലോസ് വരച്ച വര. അതായത് ന്യായപ്രമാണത്തിൻ്റെ വര. പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്ദ്യൻ. ഇത്രയും നമുക്ക് പ്രവൃത്തി കൊണ്ട് ചെയ്യാം. ഈ ലെവലിലെല്ലാം നമുക്ക് പ്രവൃത്തി കൊണ്ട് കയറാം. നമുക്ക് പൗലോസിൻ്റെ ലെവൽ വരെയാണ് പ്രവൃത്തി കൊണ്ട് കയറാവുന്ന മാക്സിമം ലെവൽ. അത് ഞങ്ങോട്ട് പ്രവൃത്തി കൊണ്ട് കയറാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ അതിന് മുകളിലൊരു വലിയ നീതി വെളിപ്പെട്ടിട്ടുണ്ട്. അത് ക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുന്നത്. ഈ ക്രിസ്തുവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ സ്നേഹിക്കുക, മരിക്കുന്നവരെ ക്ഷമിക്കുക, മരിക്കുന്നവരെ കരുണ കാണിക്കുക, മരിക്കുന്നത് വരെ ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുക, അവസാനത്തെ തുള്ളി രക്തം പോകുന്നവരെ സ്നേഹിക്കുക. ഇതാണ് യേശുവിൻ്റെ നീതി. മരണം കൊണ്ടാണ് അത് തീരുള്ളൂ. ആ നീതി നമുക്ക് മരിച്ചു കഴിഞ്ഞാലൊരു ജീവനുണ്ട് എന്ന് വിശ്വസിക്കാതെ പറ്റത്തില്ല. വിശ്വാസമില്ലാതെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ആ നീതി വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ നീതിയും നമ്മളിൽ പ്രവൃത്തി ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങളൊരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്നെ നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ 2.5 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കണം, ദശാംശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പ്രസംഗിക്കില്ലേ? അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് 2.5 മണിക്കൂർ തേക്കാൻ വേണ്ടി ക്ലോക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഓൾ നൈറ്റ് പ്രാർത്ഥന 9:30, 10:00, 11 ആകുമ്പോഴേക്കും പ്രാർത്ഥന വിഷയങ്ങൾ തീരും. പിന്നെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. പിന്നെ പാട്ട് പഠിക്കൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും. ആത്മാവല്ല നയിക്കുന്നത്, നമ്മുടെ നിർബന്ധങ്ങളാണ് നയിക്കുന്നത്. ആത്മാവ് നയിക്കുവാണെങ്കിൽ ഇതിന് ലിമിറ്റൊന്നുമില്ല. ചിലപ്പോൾ നേരം വെളുത്താലും നമ്മൾ എഴുന്നേറ്റൊന്നും വരത്തില്ല. ഇത് സ്പിരിറ്റ് കൺട്രോൾഡ് അല്ല, നമ്മൾ ഹാബിറ്റ് കൺട്രോൾഡാണ്. നമ്മൾ നമ്മുടെ സ്വഭാവത്താൽ സ്വയനീതിയാൽ കൺട്രോൾഡാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ പല വരകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒരു സഭയുടെ വരയല്ല വേറൊരു സഭയുടെ വര. അങ്ങനെ പല 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 വരകളുണ്ട്. ഇവിടെ എല്ലാം ചെല്ലാൻ നമുക്ക് പ്രവൃത്തി മതി. ഈ പ്രസംഗകരെല്ലാം നിങ്ങളെ നിർബന്ധിക്കുന്നു, പ്രവർത്തിക്കും. ഞാനൊരു ചർച്ചിൽ 16 ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, പറഞ്ഞൊക്കെ മനസ്സിലായി, പക്ഷേ ഞങ്ങളോടൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യണം. ആ പ്രവൃത്തി സ്വഭാവത്തിൽ നിന്ന് വരണം. പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് വരണം. ആരാധന നമുക്ക് അവനോടുള്ള നന്ദിയിൽ നിന്നും അവൻ്റെ മഹത്വം നമ്മൾ കണ്ടതിൽ നിന്നും നമ്മുടെ ഹൃദയം തകർന്ന് അതിനകത്ത് വരണം. വിശ്വാസത്തിൽ നിന്ന് അനുസരണം ഉണ്ടാകണം. ആ വിശ്വാസം എങ്ങനെ ഉണ്ടാകും? ഈ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ ഉള്ളിലേക്ക് വെളിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്താണ്, ഇത് കർത്താവിന് മാത്രമേ എന്നെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവും. അവിടെയാണ് ഞാൻ തകരുന്നത്. ശരിക്കുള്ള റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ഫെയ്ത്തും റിപ്പൻറ്റൻസും രണ്ടും ഒന്നിച്ച് വരുന്നതാണ്. എപ്പോൾ ഫെയ്ത്ത് വരുമോ അപ്പോൾ റിപ്പൻറ്റൻസും വരും. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു, ഇനി എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, എൻ്റെ ഫാക്കൽറ്റീസ് കൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല എന്നുള്ള എൻ്റെ ബോധ്യമാണ്. അത് തന്നെയാണ് ഫെയ്ത്ത്. കർത്താവിന് എന്നെ രക്ഷിക്കാൻ പറ്റും.
ഐ എം ടേണിങ് എവേ, ഡിനൈയിങ് മൈസെൽഫ്. ഞാൻ എന്നെ ത്യജിച്ച് വേണ്ടാന്ന് വെച്ച് എൻ്റെ ഫാക്കൽറ്റീസ് ഒന്നും കൊണ്ടും പ്രയോജനമില്ലാന്ന് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ശരീരത്തിൽ നന്മയൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്ന ആ മോമെൻറ്റിലാണ് ഞാൻ ഫെയ്ത്ത് കാണുന്നത്. എന്നിൽ നിന്ന് വിടുന്നതിനെ മാനസാന്തരമെന്നും ക്രിസ്തുവിലേക്ക് നോക്കുന്നതിനെ ഫെയ്ത്ത് എന്നുമാണ് പറയുന്നത്. അതാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് എന്നുള്ളത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ആ ബാലൻസ് കൃത്യമായിട്ട് കാണിക്കുന്നൊരു അധ്യായമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം മുഴുവൻ അതിനുവേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അവിടെ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരയിൽ നിൽക്കുന്ന പൗലോസ്, അതായത് 6-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? 3:6 ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേരേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതിനെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. അപ്പോൾ അത് വിശ്വാസമുള്ള നീതിയാണ്. 6-ാം അധ്യായത്തിൽ പ്രവൃത്തിയാലുള്ള നീതിയുടെ മാക്സിമം, ന്യായപ്രമാണത്തിലുള്ള നീതി. 9-ാം വാക്യത്തിൽ പറയുകയാണ്, ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, അത് വേണ്ട. അപ്പോൾ പ്രവൃത്തിയാൽ ഞാൻ എത്തിയ ആ ടോപ്പ് ലെവൽ എനിക്ക് പോരാ. എൻ്റെ ജഡം കൊണ്ട് ഞാൻ നേടിയത് എന്നെ തൃപ്തനാക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള 2 വാക്യങ്ങൾ 7-8 വാക്യം നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് നല്ലതാണ് എന്ന് വിചാരിച്ച് ഞാൻ അഹങ്കരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ ന്യായപ്രമാണ പ്രകാരമുള്ള നീതി ഉൾപ്പെടെ സകലതും ഞാൻ നഷ്ടം എന്നെണ്ണിയിരിക്കുന്നു. അതാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരം. അതായത് ഞാൻ ചെയ്ത ചീത്ത പ്രവൃത്തികൾ മാത്രമല്ല, ഞാൻ എൻ്റെ ജഡത്തിൽ ചെയ്ത് ഞാൻ നല്ലതെന്ന് വിചാരിച്ച സകലതും, എൻ്റെ ഫ്ലഷിൽ നിന്ന് വന്നത് മുഴുവനും എനിക്ക് നഷ്ടമെന്ന്, എൻ്റെ ഉന്നത കുലത്തിലുള്ള ജനനം, ചെറുപ്പത്തിലുള്ള ഗമാലിയേലിൻ്റെ പാദപീഠത്തിലുള്ള അധ്യയനം, ഓക്കെ, പിന്നെ 8-ാം നാളിലുള്ള പരിച്ഛേദന, എബ്രായർ എന്നുള്ള എബ്രായർ, ഇതൊക്കെ എനിക്ക് നഷ്ടമായി മാറി എന്ന് ഞാൻ എണ്ണിയിരിക്കുന്നു. അടുത്ത വാക്യം, അത്രയുമല്ല കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. ഈ പരിജ്ഞാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളത് ഈ വായിച്ച വാക്യം 2 പത്രോസിലേക്ക് വരുമ്പോൾ ആ പരിജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. ബട്ട് വാട്ട് ഈസ് പരിജ്ഞാനം? പരിജ്ഞാനം മീൻസ്, ഞാനതൊന്ന് വിശദീകരിക്കും, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലെന്ന് വിചാരിച്ചോ, എൻ്റെ പൈസയൊക്കെ ഉണ്ട്, അങ്ങനെ വിചാരിക്കുക. എക്സാമ്പിൾ, ഞാൻ പാസ്റ്ററോട് എന്ന് പറയാം, പാസ്റ്റർ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പോൾ പാസ്റ്റർ പറയണം, പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് പണം തരും, നിൻ്റെ ആവശ്യങ്ങൾ നടത്തും. അപ്പോൾ എനിക്ക് എന്തായി? എനിക്ക് ഒരു ഇൻഫർമേഷനായി. എന്താ ഇൻഫർമേഷൻ? പ്രാർത്ഥിച്ചാൽ ദൈവം പൈസ തരും. ഇതൊരു എക്സാമ്പിളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം എനിക്ക് പൈസ തരുന്നു. അപ്പോൾ ഈ ഇൻഫർമേഷൻ എനിക്ക് എന്തായി? നോളജായി. അപ്പോൾ ഞാൻ മറ്റൊരാളിന് വിഷമിച്ചാൽ ഞാൻ എന്ത് പറയും? അറിയാമോ, പ്രാർത്ഥിച്ചാൽ ദൈവം, അതറിയാമോ, അറിവായി. നേരത്തെ അത് വെറും വിവരമായിരുന്നു, ഇൻഫർമേഷനായിരുന്നു. ഇപ്പം അതെന്തായി? അറിവായി. ഇനി പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്റ്റർ ചോദിക്കുമ്പോൾ പാസ്റ്റർ ഇത്തിരി കൂടിയ പാസ്റ്ററാണ്. പുള്ളി ഈ കിട്ടും എന്നുള്ള പാസ്റ്ററല്ല. പാസ്റ്റർ പറഞ്ഞു, കർത്താവ് ഏതെല്ലാം കഷ്ടങ്ങളിലൂടെ പോയിട്ടുണ്ട്, നമ്മൾ കഷ്ടങ്ങളിലും സമൃദ്ധിയിലും കർത്താവിനെ അറിയേണ്ടതാണ്. കഷ്ടങ്ങളിലും കർത്താവിൻ നമ്മുടെ കൈ പിടിച്ച് നടന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അവസ്ഥയിലും നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് എങ്ങനെയായിരിക്കും കഷ്ടതയെ നേരിടുന്നത്, അതെനിക്ക് മനസ്സിലാകുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായി എന്താന്ന്? അതായത് എൻ്റെ വീട്ടിൽ വളരെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഭാര്യയോ ഭർത്താവോ സ്പൗസോ അല്ലെങ്കിൽ ഇൻലോസോ ഒക്കെ ഉണ്ട്, എനിക്ക് ജീവിക്കാൻ ഒട്ടും പ്രയാസമില്ലെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കുന്നത് ഇവരെ ഒതുക്കി തരണേന്നല്ല. പിന്നെ എന്താ? കർത്താവേ, നീ ആയിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിനെങ്ങനെ ഇവരോട് ഇടപെടുമായിരുന്നു. അതിനാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി വരുമ്പോഴാണ് പൗലോസിന് പിടികിട്ടുന്നത്, ഞാൻ ജ്ഞാനം കൊണ്ട് കളിച്ചതൊക്കെ വെറും നഷ്ടമാണല്ലോ, അതൊന്നും എനിക്ക് ക്രിസ്തുവിനെ നേടിത്തരുന്നില്ലല്ലോ, ഒരു ലോവർ ലെവൽ ഓഫ് റൈച്ചസ്നെസ്സിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോവുകയാണല്ലോ, അവിടെയൊക്കെ എനിക്ക് ക്രിസ്തുവിനെ കിട്ടാതെ പോവുകയാണല്ലോ. എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യുമ്പോൾ, എൻ്റെ ഇതുവരെയുള്ള നീതി വെച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒന്നും എനിക്ക് എന്ത് ലഭിക്കുന്നില്ല? ക്രിസ്തുവിനെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതെല്ലാം എനിക്ക് നഷ്ടമായി പോയിരിക്കുന്നു എന്നാണ്. ആണ് താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ അത് തന്നെ പറയുന്നത്. 10-ാം വാക്യം 11-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇതിനെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. 11, 12 ആണോ? 11-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവർ എന്ന് എണ്ണുന്നു. അപ്പോൾ ഇത്രയും നാൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉപേക്ഷിച്ചവനാണ് ആര്? പൗലോസ്. പക്ഷെ പൗലോസ്
ഒരിക്കലും പറയുന്നില്ല ഞാൻ എത്ര വലിയ പൊസിഷനിൽ ഇരുന്നവനാണെന്നറിയാമോ, അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. പണ്ട് ഞാൻ എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു, കപ്പൽ മുതലാളിയായിരുന്നു. ആർക്കറിയാം? ഇതൊക്കെ ചരിത്രമൊന്നും ഇൻസ്പയർഡ് അല്ല. അതൊക്കെ ആരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഇന്നത്തെ ചരിത്രം പോലും ശരിയല്ല. ഈ 100 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ചരിത്രം പോലും അവരവർക്ക് തോന്നുന്നില്ല എഴുതുന്നത്. BJP ഗവൺമെൻറ് ഇപ്പോൾ തിരുത്തി എഴുതും. ഇപ്പോഴാണ് 2000 വർഷത്തെ മുമ്പത്തെ ചരിത്രം ആരാണ്ട് എഴുതി വെച്ചതൊക്കെ കറക്റ്റാന്ന് വിശ്വസിക്കുന്നത് നമ്മളെ സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഈ ബൈബിളിന് ഉള്ളിലോട്ട് ഒന്നിനും നോക്കാറില്ല. എന്നാൽ ആൾക്കാർ പറയാറുണ്ട് കപ്പൽ മുതലാളിയാണ്. കപ്പൽ മുതലാളി എന്ന് പറഞ്ഞാൽ അന്ന് കാറും ജീപ്പും വണ്ടിയും ബസ്സൊന്നും ഇല്ല, അന്ന് ആകെയുള്ളത് കപ്പലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മാരുതിയുടെ മുതലാളി, ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളി പോലത്തെ ഒരാളുടെ മകൻ എന്ന് വിചാരിച്ചു. അതൊന്നും പൗലോസ് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഭയങ്കര മുതലാളി. അപ്പോൾ പൗലോസ് പറയാണ്, ഇത്രയും പണമുള്ള, ഇത്രയും വിദ്യാഭ്യാസമുള്ള, സമ്പത്തുള്ള ഞാനാണ് അതെല്ലാം വിട്ടിട്ട് ഈ പാവപ്പെട്ട യേശുവിൻ്റെ കൂടെ ഇറങ്ങി വന്നത്. അപ്പം അതിനർത്ഥം ഏതാ വലുതെന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? വിട്ടിട്ട് പോകുന്നത് വലുതാന്ന് തോന്നുന്നുണ്ടല്ലേ? പൗലോസ് പറയാണ്, അതുൾപ്പെടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓടിയ ഓട്ടം ഉൾപ്പെടെ എല്ലാം വെറും ചവറ് എന്നുള്ളത് ഡങ്ക് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മളതിനെക്കുറിച്ച് ഒട്ടും സന്തോഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചവറ് കൊണ്ടേ കളഞ്ഞിട്ട് ആരെങ്കിലും അയ്യോ ഞാൻ എന്തോരം ചവറ് കളഞ്ഞിട്ടാണ് വരുന്നതെന്ന് വിഷമിക്കുമോ ലോകത്താരെങ്കിലും? ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം കണ്ടപ്പോൾ ഇതെല്ലാം എന്തായി മാറുക? ചവറായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നതല്ല, കുറേ ചവറ് കൊണ്ടേ ക്ലിയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഉപേക്ഷിച്ചു എന്ന് വൈബ്രേഷനോട് പറയാൻ ഒന്നുമില്ല. കാരണം ഉപേക്ഷിച്ച മുഴുവൻ എന്തുവാ? ചവറ. ഈ സിറ്റീസിലൊക്കെ താമസിക്കുന്നവർക്കറിയാം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ എവിടെയാണ്. ബാംഗ്ലൂരൊക്കെ എനിക്കറിയത്തില്ല, എറണാകുളത്തൊക്കെ ഭയങ്കര പാടാണ് വേസ്റ്റ് ഡിസ്പോസൽ. അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നാ. അന്നേരമാണ് ഞാൻ ഇത്രയും വേസ്റ്റ് കളഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നത്. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥത തോന്നും. ആരേലും പറഞ്ഞോ അവനോട് അതൊക്കെ വിട്ടിട്ട് വരാൻ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഫെയ്ത്ത്, ഈ ഒരു റിപ്പൻറ്റൻസ്, അതായത് ഈ ലോകത്തിൽ ഞാൻ നേടിയതൊന്നും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നില്ല. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു മിഷണറി വേലയിൽ എന്ന് വിചാരിച്ചോ? ഞാൻ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരിക്കലും പഠിക്കില്ലായിരുന്നു. ആ പരിജ്ഞാനം എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാഞ്ഞുകൊണ്ടാണ് കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. പരിജ്ഞാനം കിട്ടത്തില്ല. അപ്പം അന്ന് വന്ന പൈസയൊക്കെ ഇന്ന് കണക്കൂട്ടുമ്പോൾ നഷ്ടമാണ്. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കർത്താവ് മാത്രം മതി എന്ന് മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന, ഇനി അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്ക്, 10 കോടി രൂപയുടെ അസറ്റുള്ള ഒരു അപ്പനെ വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതാണോ, നയാ പൈസ കയ്യില്ലാത്ത അപ്പനെ വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതാണോ എളുപ്പം? ഏതെളുപ്പം? നയാ പൈസ കയ്യില്ലാത്ത അപ്പനെ എപ്പോൾ വിട്ടു എന്ന് ചോദിച്ചാൽ മതി. ദൈവവേലയാണെന്ന് പറഞ്ഞൊരു പോക്ക് പോയാൽ പിന്നെ അപ്പനെ തിരിഞ്ഞു നോക്കണ്ട. ഇനി അത് മാത്രമല്ല, 10ാം ക്ലാസ്സിൽ 10 വർഷം തോറ്റ ആൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനാണ് എളുപ്പം, അതോ PhD ചെയ്ത ആൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനാണ് എളുപ്പം? പെട്ടെന്ന് പറ. 10ാം ക്ലാസ് 2 വർഷം തോക്കുമ്പോഴേക്കും അവൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കും. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അടിമാലിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് തോന്നുന്നു പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോൻ 10ാം ക്ലാസ് എഴുതിയിരിക്കും, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കാം, പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. പുള്ളി പറഞ്ഞു തോറ്റാൽ അവനെ ബൈബിൾ കോളേജ് വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അപ്പോൾ തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുള്ളിനെ വളരെ ദേഷ്യമായിട്ട് നോക്കിയിട്ട് അങ്ങ് പോയി. 1 വർഷം കഴിഞ്ഞ് ഞാൻ പുള്ളിയെ വേറെ സ്ഥലത്ത് വെച്ച് കണ്ടു. പിന്നെ ഞാൻ ചോദിച്ചു മോൻ തോറ്റുമല്ലേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. മോൻ തോറ്റുമല്ലേ എന്ന് ചോദിച്ചു. തോറ്റു എന്ന് പറഞ്ഞു. അന്ന് SLCക്കൊക്കെ പിള്ളേർ തോക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ബൈബിൾ കോളേജ് വിട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം കൂടെ തോറ്റാൽ ഒരു ചാൻസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അവൻ ഒന്നിനും കൊള്ളില്ലെന്ന് തെളിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് എന്തെങ്കിലും ആകുന്നത് നഷ്ടമാണോ ലാഭമാണോ ആകെ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ? അപ്പോൾ ലോകത്തിൻ്റെ അസറ്റ് വർദ്ധിക്കുന്നത് നമുക്ക് സുവിശേഷ വേലയ്ക്ക് പ്രയോജനമാണോ അതോ നഷ്ടമാണോ? നിങ്ങൾ മിണ്ടുകയില്ല. നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാസ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ പ്രയർ ലൈനുകളിലും ഇത് മാത്രമേ ഉള്ളൂ. അവൻ്റെ പ്രശ്നത്തിന് വിടുതൽ, ഇവൻ്റെ പ്രശ്നത്തിന് വിടുതൽ. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 8 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ നഴ്സറി പിള്ളേർ പ്രാർത്ഥിക്കുന്നില്ലെന്ന് മണ്ടകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ സഹായിക്കണേ, എൻ്റെ അപ്പനെ സഹായിക്കണേ, എൻ്റെ അമ്മയെ സഹായിക്കണേ, എൻ്റെ ടീച്ചറിനെ സഹായിക്കണേ. നഴ്സറി പ്രയർ തീർന്നു. നമ്മൾ വലിയ ആളായി കഴിയുമ്പം ലോകത്തുള്ള സകല മനുഷ്യരെ മോടി തൊട്ട് ഇങ്ങോട്ട് അതൊരു 12 മണിക്കൂർ. എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ആ 10 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ, അരമണിക്കൂർ കർത്താവിൻ്റെ അടുത്തിരുന്നിട്ട് കർത്താവേ
നീ എന്നെ എങ്ങനെ പൊടിച്ചാലും സാരമില്ല, നിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വെളിപ്പെടണം. ആ സ്പിരിച്വൽ നീഡിന് വേണ്ടി കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്നാൽ മതി, അപ്പം തന്നെ നിറയും ആ പാത്രം. നമ്മൾ പോവില്ല. പ്രാർത്ഥന മുഴുവൻ അവലാതി പറയില്ല, അവലാതി ഉപജീവന ചിന്തകളാൽ കലങ്ങി മറിഞ്ഞിട്ടാണ് പ്രയർ. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞാണ് എന്ത് തിന്നുമെന്ന്. അതിനൊരു രസകരമായൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ട്വിസ്റ്റ്, ഞാൻ ആ ട്വിസ്റ്റ് പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നമ്മൾ എടുത്ത വാക്യം വായിക്കാൻ സമയം കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. ഓക്കെ, മത്തായിയുടെ 6:6 ഞാൻ എടുക്കട്ടെ. ഇത് മറിയുന്നില്ലല്ലോ. എനിക്ക് ഓരോ സമയത്തും പുതിയ പുതിയ ബൈബിളുകളാണ്. ഞാൻ എവിടെയെങ്കിലും ബൈബിൾ വെച്ചിട്ട് മറന്നു പോകും. ഓക്കെ, പിന്നെ ഇതിനകത്ത് എൻ്റെ ബൈബിളിനകത്ത് അണ്ടർലൈൻസ് ഒന്നുമില്ല, എൻ്റെ പേര് പോലും എഴുതിയിട്ടില്ല. 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഇങ്ങനെയാണ്: 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ മറ്റൊരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ ദൈവത്തിനെയും പിശാചിനെയും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന ദൈവത്തെയും മാമോൻ എന്ന് പറഞ്ഞാൽ പണമാണ്. അപ്പോൾ ശരിക്കും ദൈവത്തെയും പിശാചിനെയും സേവിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ത്രില്ലില്ല. കാരണം നമ്മൾ ആരും എന്തായാലും പിശാചിനെ വണങ്ങാൻ പോകുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ദൈവവും പിശാചും വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പുറകെ പോകുള്ളൂ? ഇവിടെ കുറേ സാത്താൻ വർഷിപ്പേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ സാത്താൻ്റെ പുറകെ ഒന്നും പോകില്ല. അവൻ സാത്താനെ കാണാത്തതുകൊണ്ടാണ് അവരിങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാത്താനും ദൈവങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് അവർ പോലും, ലോകത്തൊരു നായ്ക്കുട്ടി പോലും സാത്താൻ്റെ പുറകെ പോകില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നറിയോ? സുന്ദരനായ ഒരു പ്രോക്സിയെ ഫ്രണ്ട് നിർത്തിയേക്കാണ്, മാമോൻ. ചോദ്യം ഇപ്പം മാറി. സാത്താനെ വേണോ ദൈവത്തെ വേണമെന്നല്ല, മാമോനെ വേണോ ദൈവത്തെ വേണമെന്ന്. അപ്പം നമുക്കെല്ലാം പറയുന്ന മറുപടി ഇതാണ്: ദൈവം വേണം, പക്ഷെ എന്തിനു വേണം? മാമോനെയാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് കൊണ്ടുതരാൻ ദൈവം വേണം. അപ്പം ദൈവം ആരാ? ഈ മാമോനെ നമുക്ക് കൊണ്ടുതരുന്ന ആള്. അപ്പം ദൈവം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? 10% എൻ്റെ വരുമാനം ദൈവത്തിന് കൊടുത്താൽ ദൈവം ആരെ കൊണ്ടുതരും? അപ്പം നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ആരെയാ? പറ. ഇനി ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, മാമോന് വേണ്ടിയുള്ള ദാഹവും ഞരക്കവും ഓൾനായിട്ട് ജാഗരണം ആർക്ക് വേണ്ടിയാണെന്നറിയോ? മാമോനെ കിട്ടാൻ വേണ്ടി. നിങ്ങളൊരു പ്രസംഗം കാണുമ്പോൾ ഇനി വിവേചിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ തള്ളിക്കളയുന്നവരുടെ അവസാനം കാണപ്പെടും കർത്താവ് വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ താഴെ പറയാണേ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഏതുകൊണ്ട്? ഒരേ സമയത്ത് ദൈവത്തെ മാമോനെ സേവിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? പറ. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? മാമോനെ വിളിക്കും. അപ്പോൾ നമ്മളിന്ന് പ്രസംഗിക്കുന്ന വലിയൊരു പങ്ക് ആൾക്കാരും വിചാരപ്പെടുന്നവരുടെ അടുത്തോട്ട് ഇറങ്ങി വന്നിട്ട്, വിചാരപ്പെടേണ്ട, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് പകരം നിനക്ക് മാമോനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. ഇപ്പം വിടുതലാന്ന് പറഞ്ഞ അർത്ഥം അതാ. നിങ്ങൾ ഞെട്ടിയിരിക്കുന്നതാണോ അതോ? അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, കർത്താവ് വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചിട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന കാരണം തരുമോ? നിങ്ങൾ വ്യഭിചാരം ചെയ്തും കൊലപാതകം ചെയ്തും വിഗ്രഹാരാധന ചെയ്തും വിശ്വാസം ഇല്ലാതെ പോകുന്നല്ല, ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്തിലും ഒന്നാ. അപ്പം ഈ ചെറിയ കുറുക്കനാണ് ഉപജീവന ചിന്ത. നാളെ എങ്ങനെ ജീവിക്കുക? കുഞ്ഞു കുറുക്കൻ. ആ കുഞ്ഞു കുറുക്കൻ ഇത് മുഴുവൻ നശിപ്പിക്കുന്നത്. വലിയ പിശാചുകളൊക്കെ നമ്മൾ ദൂരത്ത് നിർത്തി പ്രാർത്ഥിക്കും, പക്ഷെ കുഞ്ഞു പിശാചുകൾ അകത്തോടെ കയറുന്ന കാണില്ല. ഇന്ന് വലിയൊരു പങ്ക് ആളുകളും ആകുലതയിൽ പിടിക്കപ്പെട്ടവരാ, പ്രത്യേകിച്ച് സഹോദരിമാർ. ഈ പ്രോഫറ്റ്സ് മുഴുവൻ സഹോദരിമാരുടെ ശുശ്രൂഷിക്കുന്നത്. കാരണം അവർക്ക് ആ ടെൻഷൻ, പിള്ളേരുടെ ഗതി എന്താവും. ഞങ്ങളുടെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കൊക്കെ ആരാ ചർച്ചിൽ പോകുന്നേ? സഹോദരിമാരാ. അപ്പോൾ പ്രവചിക്കാൻ വരുമ്പോഴും സഹോദരിമാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രവചന ശുശ്രൂഷ പോലും വരുന്നത്. അവർ പലരും ആകുലചിന്തയോടെ ഇരിക്കുമെന്നറിയാം. അവരുടെ മുഖം കാണും പറയും, ഇന്നാരൊക്കെ ആകുലചിന്തയോടെ ഇരിക്കുന്നത്. പറഞ്ഞേക്കാം, നീ രാത്രിയിൽ ഒഴുക്കുന്ന കണ്ണുനീർ. അപ്പോൾ
രാത്രിയിൽ പോയിട്ട് പകൽ പോലും കരഞ്ഞ ഓർമ്മയില്ലെങ്കിലും രാത്രിയിൽ ബെഡ് കാണുന്നതിനും ഉറങ്ങുന്ന സഹോദരിയാണെങ്കിലും അയാൾ പറഞ്ഞല്ലേ കിടക്കട്ടെ, രാത്രി മുഴുവൻ കരയുന്ന ആളാണ്. ഒരു ഗമയല്ലേ? കരയുന്ന പോലൊരു ഗമ ഈ വിശ്വാസ സമൂഹത്തിൽ എന്തിനാ ഉള്ളത്? ഓരോ പ്രൊഫസിയും കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകം എത്ര മനോഹരം, വിടുതൽ 2025 വെച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് അതിനു മുമ്പ് വരുന്നതിനേക്കാൾ നമുക്കിഷ്ടം എന്താ? അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പോകാൻ തോന്നുമോ? തോന്നൂല. വിടുതൽ ഇങ്ങനെ വെച്ചേക്കുമല്ലേ. നമ്മളെ ലോകത്തിൽ ഏറ്റവും വലിയ മാനം വരാനിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രത്യാശ അങ്ങ് മാറും. അതൊരു കൊതിയും മോഹവും ലോകത്തോടുള്ള ആസക്തിയുമായി മാറി. ഇന്ന് വലിയൊരു പങ്ക് ആൾക്കാരും മനുഷ്യരുടെ കാര്യം അന്വേഷിച്ച് സാത്താൻ്റെ ശുശ്രൂഷയാണ് സ്റ്റേജിൽ ചെയ്യുന്നത്. അവർ ക്രിസ്തുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതേ ഇല്ല. ഇനി അവർ ശുശ്രൂഷിക്കുകയോ എല്ലാം ചെയ്യുന്നിട്ട് നിങ്ങൾ പോയിരിക്കുമോ, സൂം എല്ലാം ഓൺ ചെയ്ത് അമ്മാമ്മ പറയുന്ന കൊള്ളാന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരുന്നാലുള്ള പ്രോബ്ലം എന്നാണെന്നറിയോ? നിങ്ങൾ വിവേചിച്ചാൽ പിന്നെ അവരുടെ പ്രവചനം പോകും. അവർ വിട്ടുകൊടുക്കുമെന്ന് പറയും. നിങ്ങൾ വിട്ടുകൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് നിങ്ങളുടെ മൈൻഡ് പിടിച്ചെടുക്കണം, ഹിപ്നോട്ടിക് ട്രാൻസിൽ നിങ്ങൾ എത്തിക്കണം. എങ്കിലേ പ്രവാചകന്മാരുടെ പ്രവചനം വെളിപ്പെടുള്ളൂ. അതല്ല ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന എന്നെക്കുറിച്ച് പ്രവചിക്കില്ല. പ്രവചിക്കുവാനല്ല, അങ്ങേയറ്റം ഇങ്ങനൊരു പോക്കാന്നായിരിക്കും പ്രവചിക്കുന്നത്. കാരണം ഇതാണ് ആത്മീയതയുടെ മാനദണ്ഡം. ഞാനൊരു ദിവസം ബൈബിൾ കോളേജ് വിട്ടിട്ട് ഞാൻ ഭയങ്കര ഡിസോർഡർലി ആയിട്ടൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് തോന്നിക്കാണി 3-ാമത്തെ ദിവസമൊക്കെ താടിയൊക്കെ വെച്ച് വന്നപ്പം. കാരണം ഈ ചിലപ്പം ഈ ബട്ടൺ ഇടുന്നിടത്ത് ഈ ബട്ടണൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു കെയർലെസ്, ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, കെയർലെസ് ആണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊക്കെയാണ് എന്നെ ഒരു വിധത്തിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ബെറ്ററായി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനൊരു ദിവസം പുനലൂർ ബൈബിൾ കോളേജിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കി, താടി വടിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൾ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പുള്ളി പിടിക്കും. പ്രിൻസിപ്പൾ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഷേവ് ചെയ്യുന്ന മറന്നു പോകും. അപ്പോൾ ഒരു ഇത്തിരി താടിയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അടിമാലി അസംബ്ലി ഓഫ് ഗോഡിൻ്റെ അകത്ത് ഹോളിൽ കയറി. അപ്പോൾ വൈകിട്ട് ബസ് അവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഒരു അങ്കിളിൻ്റെ വീടുണ്ട്. അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകാം. ദീർഘയാത്ര കഴിഞ്ഞ് വന്നാൽ അവിടെ ലാസ്റ്റ് ഭിത്തിയെ ചാരി ഇങ്ങനെ ഇരുന്നു, ബാഗ് സൈഡിൽ വെച്ചിട്ട്. എന്നെ കണ്ടാൽ എവിടെയോ പോയി ഡ്രഗ് അടിച്ച് കള്ളു പിടിച്ച് വന്നാലും ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രവാചകനിങ്ങ് വന്നില്ലേ എൻ്റെ നേരെ. ഞാനാണെങ്കിൽ ഒരു പാട്ടിനും കൈയടിക്കുന്ന പോലില്ല. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നീ ഈ പോക്ക് പോയാൽ മാനസാന്തരപ്പെട്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്നെ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇരിക്കുമ്പോൾ സൂക്ഷിച്ചിരുന്നോണം, വിട്ടുകൊടുക്കരുത്. എന്നാൽ കൈയടിക്കാൻ ഇടയ്ക്കിടെ കൈയടിക്കാൻ മറക്കുകയും ചെയ്യരുത്, അല്ലേ പ്രശ്നമാണ്. ഓക്കെ, ഇത് കേട്ടോണ്ട് ഈ നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ അവസാനം നമ്മൾ മാമോന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറുമെന്നാണ് ദൈവം പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെട്ട ദൈവമൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഓക്കെ, ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ എന്താ ഫോൺ ചെയ്താൽ സംസാരിക്കുന്നത്? ആദ്യം എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ, നിങ്ങളെന്താ ചോദിക്കുന്നത്? അതല്ലല്ലോ, നിങ്ങൾ ചോദിക്കുന്ന കർത്താവിൻ്റെ പ്രത്യാശയെക്കുറിച്ചൊക്കെ അല്ലേ? ആണോ? നിങ്ങൾ ജാതികളുടെ സംസാരം കേട്ടിട്ടുണ്ട്. അയ്യോ, ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചതാ, ഷർട്ട് കൊള്ളാമല്ലോ. കാരണം എന്തുടുക്കും, എന്ത് തിന്നും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ? നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഫോൺ ചെയ്ത് എന്താ ചോദിക്കുന്നത്? പ്രത്യാശ ഉറപ്പായിട്ടുണ്ടോ, കർത്താവിൻ്റെ വചനം എന്തെങ്കിലും സംസാരിച്ചു, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? ജാതികൾ എപ്പോഴും അന്വേഷിക്കുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അത് പിന്നെ പോട്ടെ, ഫുഡ്, പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട്? ആ ചോദ്യത്തിന് അതൊരു ഭയങ്കര പാപമുണ്ട്. ആ പാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ ആരും സൗന്ദര്യം ഇല്ലാത്തവരായിട്ടില്ല. കാരണം എല്ലാവരും സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ നമ്മളൊരു പെയിൻറ്റിങ് നോക്കിയിട്ട് ഈ പെയിൻറ്റിങ് എന്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും ഉണ്ടോ? പെയിൻറ്റ് ചെയ്തവനെയല്ലേ നമ്മൾ പുച്ഛിക്കും. നിനക്ക് ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാൻ അറിയാവടാന്നല്ലേ ചോദിച്ചത്. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ അപ്പിയറൻസിനെ പുച്ഛിക്കുമ്പോൾ അല്ലെങ്കിൽ കളറിനെ പുച്ഛിക്കുമ്പോൾ നമ്മൾ ശരിക്കും അവനെ ആ രീതിയിൽ മെനഞ്ഞെടുത്ത ദൈവത്തിന് വിവരമില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആരെയും നല്ലത്, സൗന്ദര്യമുള്ളത്, ഇതൊക്കെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇനി മേലെ ചോദിച്ചേക്കരുത്. ഫുഡ് ചോദിച്ചോ, ഈ കാര്യം ചോദിച്ചേക്കരുത്.
ഓക്കെ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഞാൻ എടുത്ത പ്രസംഗ വചനത്തിലോട്ട് പോയതേയില്ല. പോകാൻ പറ്റുമോ എന്നറിയില്ല, ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പം ഒരു ദിവസം രാവിലെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്കോടുള്ള ഫുഡേ ഉള്ളൂ, അരിയേ ഉള്ളൂ, എല്ലാം തീർന്നു. ഞാൻ ചില്ലറ പൈസ അതൊക്കെ തീർന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 12 പേരുണ്ട്. ഒരു സ്കൂളുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ഒരു സിസ്റ്ററുണ്ട്, പിന്നെ കുറേ പിള്ളേരുണ്ട്. 6 7 പിള്ളേരുണ്ട്. 8 മാത്രമേ ഉണ്ട്, 2-3 പിള്ളേർ എക്സ്ട്രാ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, കർത്താവെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പം എൻ്റെ ഭാര്യയോട്, അല്ല, കല്യാണം കഴിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞായിരുന്നു, നിൻ്റെ വീട്ടിൽ നീ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവെ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് സമ്പാദിച്ചെന്ന് വരാതിരിക്കാൻ മരിക്കുമ്പോഴും എൻ്റെ പേരിൽ ഭൂമിയോ സ്വത്തോ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഓരോ ദിവസവും നീ അപ്പനായിട്ട് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്നത് അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് എന്ത് സംഭവിച്ചു, ഇന്ന് എന്താ ഫുഡില്ലാതെ പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. രാത്രി 8 മണിയായപ്പോൾ ഒരു കാറ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് എൻ്റെ ഭാര്യയോട് ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന്. പറഞ്ഞ അരി തീർന്നു, മുളക് തീർന്നു, ഉപ്പ് തീർന്നു, ടൂത്ത് പേസ്റ്റ് തീർന്നു, സോപ്പ് തീർന്നു, റെൻ്റ് അടയ്ക്കാൻ സമയമായിരിക്കുന്നു. ഇത്രയും സാധനം ഒരു നയ പൈസ കയ്യിലില്ല. വൈകിട്ട് 8 മണിയായപ്പോൾ ഒരു കാറ് വന്ന് നിർത്തി. ഇത് വലിയ സംഭവം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ആ സംഭവം വരുന്നേ ഉള്ളൂ. ഈ കാറിൻ്റെ ഡിക്കി തുറന്ന് 25 കിലോ ചാക്ക് അരി ഒരെടുത്തിങ് വെച്ചു. നോർമൽ, ദാറ്റ്സ് നോട്ട് എ മിറക്കിൾ. പക്ഷെ എൻ്റെ പുറകെ വന്ന സാധനങ്ങളുണ്ടല്ലോ, ഒരു പാക്കറ്റ് ഉപ്പ്, ഒരു പാക്കറ്റ് വറ്റൽമുളക്, ഒരു മെഡിമിക്സിൻ്റെ സോപ്പ്, ഒരു 5 രൂപയുടെ ടൂത്ത് പേസ്റ്റ്. എന്താണോ ഇല്ലാത്തത് അത് മാത്രം. പിന്നെ ഈ തൈരുമുളക് ഒരു പാക്കറ്റ്, അത് നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, അത് മാത്രം എക്സ്ട്രാ. ബാക്കിയെല്ലാം ആ വീട്ടിൽ എന്തില്ല എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞോ അത് മാത്രം. റെൻ്റ് അടയ്ക്കാൻ 2800 രൂപയായിരുന്നു, 3000 രൂപയും. ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, എന്തൊരു പണിയാണ് നീ ചെയ്തത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഓരോ പാത്രത്തിലും എന്തുമാത്രം ഉണ്ടെന്ന് അറിയാവുന്ന ഒരപ്പനാണ് നിനക്കുള്ളത്. ഇപ്പം പിന്നെ ഞാനിത് ചോദിച്ചുകൊണ്ട് നടക്കുന്നതിന് നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിക്കുക. എൻ്റെ മകൻ വന്നിട്ട്, അല്ലെ മകൾ ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയാണ്, പപ്പ, നാളെ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം. ഞാൻ പറയും, തരാം. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ, എന്നാ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതിനായി സ്തോത്രം. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ മേൽ പോരാടുന്ന ശക്തിയെല്ലാം പോട്ടെ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് നാളെ രാവിലെ കിട്ടും, ഞാൻ വിശ്വസിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ, പപ്പ, എന്തോ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാമടാ. ഉച്ചയായപ്പോൾ പിന്നെ, 4 മണിയായപ്പോൾ പിന്നെ, 8 മണിയായപ്പോൾ പിന്നെ, ഒരു ദിവസം 25 പ്രാവശ്യം ചോദിക്കും, നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? തരും, ഞാൻ വിശ്വസിക്കുന്നു, തരുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? പറഞ്ഞോ ഈ അപ്പൻ്റെ പുറകെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തരണേ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പം തരാതെ മുങ്ങിയാലോ എന്നുള്ള പേടി കാരണമല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പിതാവുള്ളവരെ പോലെ ജീവിക്കുക. ഈ അപ്പൻ നിങ്ങൾക്ക് വേണ്ടതെന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയുന്നൊരു പിതാവുണ്ട്. പിതാവില്ലാത്തവരെ പോലെ ആകരുത്, പിതാവുള്ളവരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞെന്താ? നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ദൈവം നാളത്തേക്കുള്ളത് കരുതിക്കൊള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിങ്ങളതിനെക്കുറിച്ച് വിചാരപ്പെടുകയേ വേണ്ട, അത് ദൈവം ചെയ്തോളൂ. അപ്പം പിന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത് എന്തോ? അത് ഇതല്ല. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത്, ഇപ്പം നമുക്ക് വഴിയെ പോകുന്നതിനെ ഒരുത്തിനെ പിടിച്ച് ബിരിയാണി ഒരു പാക്കറ്റ് ഇരിക്കട്ടെ മോനെ എന്ന് പറഞ്ഞ് കൊടുത്തു വിടാൻ കുഴപ്പമില്ല, അങ്ങോട്ടോക്കുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത്തിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അത് ദാഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും തോറും നമ്മളിൽ നിറയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നിലവിളിക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവനുള്ളവരായിട്ട് മാറും. അപ്പം നമ്മൾ സ്വർഗത്തിലെ നന്മകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ പ്രാർത്ഥനകൾ എങ്ങോട്ട് തിരിയണം? ഈ നാനാവിധ ഉപജീവന ചിന്തകളിൽ നിന്ന് മാറിയിട്ട് എന്നെ നടത്തുന്ന ഒരു ദൈവമാണ്, എനിക്കെല്ലാം വേണ്ടതെല്ലാം തരാൻ ദൈവത്തിന് അറിയാമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടിട്ട് ആ ട്രസ്റ്റിൽ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഞാൻ
ഒരു കാര്യം പറയാം. ഞങ്ങൾ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഞങ്ങളുടെ വീട്ടിൽ ഇഞ്ചി കൃഷിയുണ്ട്. ഞങ്ങൾ ഹൈ റേഞ്ചിൽ രാജാക്കാട്, ഇടുക്കി, അവിടെയാണ് എൻ്റെ പേരൻസിൻ്റെ വീട്. ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം കൂടാവുന്ന ഒരു ആഘോഷമാണ്. മെയ് മാസം അവധിക്കാലത്താണ്. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പം ആരെങ്കിലും പറമ്പിൽ വേലക്കാരെ വിളിച്ചിട്ട്, കൂലിക്കാരെ വിളിച്ചിട്ട് ഇതിൻ്റെ തടം ഇടുക എന്ന് പറയും. നിങ്ങൾ ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ളവർക്കറിയാം. ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ ആരൊക്കെയോ ചെയ്തവരുണ്ടെന്ന് മുഖഭാവത്തിൽ നിന്നറിയാം. ഇവിടെ ആരും ചെയ്തവരില്ല. ഓക്കെ, ചെറിയ തടം വെട്ടുക എന്ന് പറയും. ഒരു മൺകൂനകൾ, ഫ്ലാറ്റ് മൺകൂനകൾ, അതിനകത്ത് ചെറിയ തുമ്പ വെച്ച് കുഞ്ഞു കുഴികൾ കുഴിക്കും. എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ ഇഞ്ചി വിത്ത് മുറിച്ച് അതിനകത്ത് വയ്ക്കും. ഇത്തിരി എല്ലുപൊടി, ഇത്തിരി ചാണകപ്പൊടി. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇത്ര ഒരു നുള്ള്, ചാണകപ്പൊടി ഇടും, പിന്നെ മണ്ണിട്ട് മൂടും. ഇത്രയും പണിയുള്ളൂ. അപ്പം ഞങ്ങൾ പിള്ളേരുടെ കയ്യിൽ ചിലപ്പോൾ എല്ലുപൊടി ആയിരിക്കും, ചിലപ്പം ഇഞ്ചി വിത്തായിരിക്കും. ഇഞ്ചിയുടെ വിത്ത് മുകളിലോട്ടാവുന്ന രീതി വെക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ചാണകം ഞങ്ങൾ തൊടാറില്ല, അത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. മെയ് മാസമാണ്, ആലോചിക്കണം. 5ാം ക്ലാസ് 5ാം ക്ലാസ്സിൻ്റെ അവധിയാണ്, അല്ലേ? 4ാം ക്ലാസ്സിൻ്റെ അവധി, അല്ല 5ൻ്റെ അവധി, അല്ല 6ൻ്റെ അവധി, ആ പ്രായം. കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ അപ്പം വന്നിട്ട് പറയും, ഇങ്ങനെയാണോ ഇഞ്ചി നടന്ന്, ഇട്ടിട്ട് പോടാ എന്ന് പറയും. ഇപ്പം എന്നെ കണ്ട, ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. പണി ചെയ്യാൻ അപ്പം സമ്മതിക്കില്ലായിരുന്നു. മര്യാദയ്ക്ക് പോരുന്ന പഠിക്കടാന്ന് പറയും. എന്ത് പഠിക്കാൻ? 5ാം ക്ലാസ്സുകാരൻ മെയ് മാസത്തിൽ ക്ലാസ് 6ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷേ 5ാം ക്ലാസ്സിൻ്റെ തീരുമ്പോഴേക്ക് 6ാം ക്ലാസ്സിലെ പുസ്തകം വീട്ടിൽ വന്നിട്ടുണ്ടാവും. അത് പഠിച്ചു തുടങ്ങിക്കോളാനായി പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറയുക, അപ്പാ, ഞാൻ ഈ ഇഞ്ചി കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ ഈ എല്ലുപൊടി ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി കൃഷി ചീത്തയായി പോകില്ലേ എന്ന് പറഞ്ഞ അപ്പൻ എന്നെ പറയും, നിന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി ചെയ്താൽ മര്യാദ കയറിപ്പോടാന്ന് പറയില്ലേ? പറയുമോ? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞേക്കുന്നതെന്നറിയാം, നീ നിൻ്റെ രാജ്യവും എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചു. അത് വലിയ ഫുൾ ടൈം പണിയാണ്. ഈ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ മാത്രമേ സാധിക്കുള്ളൂ. അത് നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഉപജീവന ചിന്ത വരത്തേ ഇല്ല. അപ്പോൾ ആ കാര്യങ്ങൾ ആര് നോക്കിയോളും? എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതൊക്കെ ആര് നോക്കിയോളും? ദൈവം നോക്കിയോളും. അപ്പനില്ലെങ്കിൽ ഞാൻ അവിടെ മാത്രമല്ല, മറ്റു പറമ്പിലും ഇഞ്ചി കൃഷി ചെയ്യേണ്ടി വന്നേനെ ജീവിക്കാൻ. പക്ഷേ എനിക്കൊരപ്പനുണ്ട്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. അവൻ എന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി ചെയ്താൽ മതി. അതിനർത്ഥം നിങ്ങൾ അധ്വാനിക്കേണ്ടെന്നല്ല, അന്നന്നത്തേക്കുള്ള ഭാരം മതി. അതിൽ കൂടുതൽ നമ്മൾ നനയ്ക്കുമ്പോൾ നമ്മൾ എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മാമോൻ്റെ പിടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ കാര്യം ആലോചിക്കുന്ന ശുശ്രൂഷകർ നിങ്ങളെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്കല്ല, ലോകത്തിൻ്റെ മഹത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് 2 പത്രോസിലെ 2 വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്കത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഞാൻ വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം നൽകിയിരിക്കുന്നുവല്ലോ. ഇത് ഇംഗ്ലീഷിലെ പല ട്രാൻസ്ലേഷൻസിലും അവൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചു എന്നല്ല, അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നതാണ്. അതായത് വി ആർ കോൾഡ് ടു ഹിസ് ഗ്ലോറി ആൻഡ് എക്സലൻസ്. അവൻ്റെ മഹത്വത്തിലേക്കും അവൻ്റെ പെർഫെക്ഷനിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ വലിയൊരു വിളിയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിക്ക് വേണ്ടത് എന്തെല്ലാമാണ്? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, അല്ലേ? ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ, പരിജ്ഞാനം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്താ? ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിൻ്റെ റെവലേഷനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിജ്ഞാനത്തിലാണ് എനിക്ക് എന്ത് തരുന്നത്? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ജീവനും ഭക്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനുള്ള വകയും, ഭക്തിക്ക് എന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോകാനുള്ള വണ്ടിക്കൂലിയും ദശാംശം ഇടാനുള്ള പൈസയും, അപ്പം ഭക്തിക്കുള്ളതുമായി ജീവനുള്ള, അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവനല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ വേണ്ടിയുള്ള, അവൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ. ഇപ്പം എന്നെ ഒരാളെ തല്ലിയാൽ തിരിച്ചു തല്ലാതെ അവനെ സ്നേഹിച്ച് കെട്ടിപ്പിടിക്കാൻ എനിക്ക് എന്തുമാത്രം റിസോഴ്സ് സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് വേണോ അത് ദൈവം നമുക്ക് തരുമെന്നാണ്. കാരണം ആ വിളി അങ്ങോട്ടാണ്. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഒന്നുകൂടെ വായിച്ചു നോക്കിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവൻ്റെ പരിജ്ഞാനത്തിൽ, അല്ലേ, തൻ്റെ ദിവ്യശക്തി
കർത്താവിൻ്റെ ദിവ്യശക്തിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ജീവനും ഭക്തിക്കും ഉള്ളതല്ല. നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ, ഭക്തിയോടെ ജീവിക്കാൻ, അല്ലേ? ചിലപ്പോൾ ആൾക്കാർ പറയില്ല, എനിക്ക് അവനെ മാത്രം ഞാൻ ക്ഷമിക്കില്ല, അല്ല ഞാൻ ക്ഷമിക്കും പക്ഷെ ഞാൻ മറക്കത്തില്ല, എനിക്ക് അവനെ സഹിക്കാൻ പറ്റത്തില്ല, അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാണെന്നറിയോ? ആ ജീവിക്കാനുള്ളതും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എനിക്ക് വയ്യ എന്ന് പറയാൻ പറ്റില്ല, അവനെ ഞാൻ ക്ഷമിക്കില്ല, അവനോട് ഞാൻ ഇനി കൂട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവനോട് ക്ഷമിക്കാനുള്ളതും ഈ കർത്താവ്, ആ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുക മാത്രമല്ല, ആ ജീവന് വേണ്ട സകല ബലവും അവൻ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന്. ഓക്കെ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് ഈ ജീവനും ആ ഭക്തിക്കുള്ളതെല്ലാം, ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് ഓരോ ദിവസം അതാത് സമയത്ത് കൃപയായ ആത്മാവിൻ്റെ നിറവായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് അതിമഹത്തായൊരു വാഗ്ദത്തം അതിനാൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഒരിക്കൽ കർത്താവിനെ പോലെ തേജസ്സുള്ളവരായി, അവൻ്റെ സ്വഭാവമുള്ളവരായി സ്വർഗത്തിൽ ചെല്ലും. ആ വാഗ്ദത്തം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അടുത്ത വാക്യം, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്. അപ്പം ലോകത്തിൻ്റെ മോഹം എങ്ങനെ കളയുന്നേ? ലോകത്തിൻ്റെ മോഹം, ഇന്നു മുതൽ ഞാൻ ലോകത്തിൻ്റെ മോഹം എനിക്ക് വേണ്ട, ഞാൻ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ ഈ ലോകം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ജഡം, പിശാച്, ലോകം, പിശാച്, ഇതെല്ലാം നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രവണതകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ എൻജോയ്മെൻറ്റിനുള്ള ആഗ്രഹം, പ്ലഷർ ഇൻ സിൻ, ഇതെല്ലാം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, ഈ പ്ലഷറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ലോകത്തിൽ പ്ലഷർ കൊണ്ടുണ്ടാകുന്ന സിന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതിനേക്കാൾ വലിയൊരു ആനന്ദം ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ പാപത്തിൻ്റെ നേരെ നോക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ദാറ്റ്സ് ഓൺലി വേ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഒരു ദിവ്യശക്തി എന്ത് ചെയ്യുന്നു? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്. എന്താ മോഹത്താലുള്ള നാശം? ഉപജീവന ചിന്തകൾ വന്നാൽ, നാളെ നമുക്ക് വലുതാകണമെന്നും മനുഷ്യർ നമ്മളെ മാനിക്കണമെന്നും ചിന്തിച്ചാൽ. എന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചിട്ടുള്ള കാര്യം മനുഷ്യരുടെ മാനം എന്ന് പറഞ്ഞ സാധനം. ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ ഈ വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ CSI ചർച്ചിൽ കുറച്ച് നാൾ ഞാൻ പോയി എൻ്റെ ഇഷ്ടത്തിൽ. അപ്പോൾ അവിടെ മിഷണറിമാരുടെ കഥ, സൺഡേ സ്കൂളിൽ മുഴുവൻ മിഷണറിമാരുടെ കഥ പഠിപ്പിക്കും. പെന്തക്കോസ് എന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രവചനം, ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഭയങ്കര വിശുദ്ധന്മാരായിരിക്കും, അവിടെ നിന്നെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ലോകത്തെ വിട്ടവരായിരിക്കും എന്ന് വിചാരിച്ചു. അന്നേരമാണ് ഇവിടുത്തെ പ്രവചനം, നിന്നെ ഞാൻ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്ന ദൈവം. അപ്പം ഞാൻ എന്ത് മാനം ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം മാനം അഗണ്യമാക്കി, അല്ലേ, അപമാനം അലക്ഷ്യമാക്കി, മാനം അവഗണിച്ച് നിന്ദ ചുമന്ന് പാളയത്തിന് പുറത്തു പോയ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇതിനകത്ത് വേണ്ടതെന്താ? മനുഷ്യരുടെ മുമ്പിലുള്ള മാനം. 4 പേര് പുകഴ്ത്തി പറയുമ്പോഴേക്കും സാക്ഷ്യം പറയും, അവരുടെ ഇടയിൽ എന്നെ ദൈവം മാനിച്ചു. അത് കേൾക്കുമ്പോഴേക്കും അല്ലേലൂയ, എല്ലാവർക്കും വേണ്ട അതാ. കിട്ടി എന്ന് പറയുന്നതിന് പകരം കൊടുത്തു വിട്ടു കളഞ്ഞു. ഒരു വീട് എനിക്ക് ദൈവം തന്നു എന്ന് പറയുന്നതിന് ഒരു വീട് അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്ന് സ്തോത്രം പറയാൻ പറ്റൂ എന്തെങ്കിലും ഒരു കാലത്ത്? ആർക്കറിയാം? ഏത് വഴിക്കാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ടാ ഈ കണ്ണുപൊട്ടന്മാരായ ഇടയന്മാർ നമ്മളെ കൊണ്ടുപോകുന്നു? എവിടെ ചെന്ന് തീരും? നിങ്ങൾക്ക് ഈ ദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യവും ശബ്ദവും ആകാൻ ധൈര്യമായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടുകളിവിടെ എത്തും. അല്ലെങ്കിൽ വരുന്ന മുഴുവൻ കോലാടുകളായിരിക്കും. ലോകത്തിൻ്റെ മോഹത്താൽ വിരഞ്ഞോടുന്ന കോലാടുകൾ. അവരുടെ മുമ്പിൽ ഈ വചനമൊന്നും കേൾക്കുകയില്ല, അവരുടെ മുമ്പിൽ ഡാൻസ് കളിക്കേണ്ടി വരും. കാരണം അവർക്ക് അതേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ, സഭ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ ദേശത്തൊരു വിളക്കാം. കർത്താവിന് അവൻ്റെ പിള്ളേരെല്ലാം ഇങ്ങോട്ട് വിടാം. പണ്ട് ഈ നമ്മുടെ ഈ ഡേ കെയർ സെൻ്റർ ഉണ്ട് കുഞ്ഞു പിള്ളേർക്ക്, കേരളത്തിലൊക്കെ ഉണ്ട്, ബാംഗ്ലൂരൊക്കെ കാണും, തീർച്ചയായിട്ടും കാണും. ഈ ഡേ കെയർ സെൻ്ററിൽ പിള്ളേരെ വിടുമ്പം ചിലർ പറഞ്ഞേക്കാം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിടുമെന്ന്, പിള്ളേർക്ക് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി. നേരത്തെ എന്തെങ്കിലും ടാബ്ലറ്റ് കലക്കി കൊടുത്ത് ഇവർ ഉറങ്ങിക്കോളും. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു, ഒരു ശല്യം ഇല്ലായിരുന്നു. ശല്യം ചെയ്യാൻ പറ്റത്തില്ല കൊച്ചിന്, അത്ര ടയർഡായിരിക്കും. അങ്ങനെ നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ കൊച്ചിനോട് വിടുവോ? ഒരിക്കലും വിടുകയില്ല. നിങ്ങളുടെ ഈ സഭയിൽ വന്ന ഒരാൾ ലോകത്തിൻ്റെ മോഹത്തിൽ പെട്ടുപോകുമെന്ന്, അല്ലെങ്കിൽ ആ മയക്ക് അവന് കൊടുക്കുമെന്ന്, ആ മയക്ക് പുൾപ്പിറ്റിൽ നിന്ന് ഉരുട്ടി പ്രാപിക്കടാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമെന്ന് പിതാവായ ദൈവം അറിഞ്ഞാൽ അവൻ്റെ ഏതെങ്കിലും മകനെ ഈ ബൗണ്ടറി കടത്തി വിടുകയില്ല. ഈ
ഇവിടെ വന്നാൽ നിത്യജീവന് വേണ്ട വചനമുണ്ട്. ഇവിടെ സ്വർഗത്തിലെ തേജസ്സിൻ്റെ വെളിപ്പാടുണ്ട്. ക്രിസ്തുവിൻ്റെ ധനമാണ് പങ്കുവെക്കുന്നത്, ലോകത്തിൻ്റെ അല്ല എന്നറിഞ്ഞാൽ ഇവിടെ കുഞ്ഞാടുകൾ വരും. ദൈവത്തിൻ്റെ ആട്ടിടേൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ വരും. അതല്ലെങ്കിൽ എപ്പോഴും കുഴപ്പമുണ്ടാക്കുന്ന കോലാടുകൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി ഈ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം നമ്മൾ വളർന്ന് എന്തായി തീരുന്നു കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, അത് സഹോദര പ്രീതിയോട് സ്നേഹം കൂട്ടുന്ന കാര്യമാണ്. അതെല്ലാം പറയാൻ നമുക്ക് ടൈം കിട്ടില്ല, ഞാൻ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായി പോകില്ല. അപ്പം നമ്മുടെ ഉത്സാഹം വരുന്ന എവിടെ നിന്നാണ്? ഈ സ്നേഹം വർദ്ധിച്ചിട്ടാണ്. കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ഉത്സാഹം. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പം നമ്മളെ ക്രൂശിലെ മരണത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നത് എന്തോ? സ്നേഹം. കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അത് ആരാ നിർബന്ധിക്കുന്നത്? നമ്മുടെ ഈ പഴയ ജഡത്തോട് മരിക്കുക, വിട്ടുകൊടുക്കുക, നിൻ്റെ ആവശ്യങ്ങളും മോഹങ്ങളിലും നീ മരിക്കുക പറയുന്നത് സ്നേഹമാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. ഓക്കെ, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് നമ്മളെ നിർബന്ധിക്കുന്ന ആരാ? കർത്താവിൻ്റെ സ്നേഹമാണ്. പേടിയല്ല നമ്മളെ നിർബന്ധിക്കുന്ന. ആ സ്നേഹത്തിൽ തികഞ്ഞു വരുമ്പോൾ നമുക്ക് കർത്താവിനെ പോലെ ആകണമെന്നുള്ളിൽ ഭയങ്കര ആഗ്രഹം വരും. ഈ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ വിശുദ്ധീകരണം നടക്കുന്നുണ്ടെന്ന് അർത്ഥം. വിശുദ്ധീകരണം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തു എൻ്റെ ജീവനിൽ വെളിപ്പെട്ടു വരണമെന്നായിരിക്കും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാന നിമിത്തം ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരായിരിക്കില്ല. ഇവ ഇല്ലാത്തവനോ കുരുടനത്രേ. കുരുടൻ, അടുത്ത വാക്യം നോക്കിയേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാണ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ണടയ്ക്ക് 2 ലെൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ 2 ലെൻസ് ഉണ്ട്. മുകളിൽ ഹ്രസ്വദൃഷ്ടിയുടെ ലെൻസും താഴെ പ്രായമായവരുടെ ലോങ് സൈറ്റിൻ്റെ ലെൻസും, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. എനിക്ക് ദൂരെയുള്ളതും കാണാൻ പറ്റത്തില്ല, അടുത്തുള്ളതും കാണാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ കൂടെ ദൂരെയുള്ളത് നോക്കാൻ വേണ്ടി ഇവിടെ ഒരു ലെൻസ്, താഴെ വേറൊരു ലെൻസ്, അങ്ങനെയാണ്. ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ആത്മീകമായിട്ട് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പുറകോട്ട് നോക്കി, ഇന്നലെ നടത്തിയ ദൈവം, കുറച്ചുകൂടെ പുറത്ത് നോക്കി കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം, കുറച്ചുകൂടെ പുറത്ത് നോക്കി കഴിഞ്ഞ ഒരു വർഷക്കാലം, അത് 360 ഡിസംബർ 31 അത് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര നന്ദിയാണ്. അവർ പറയും ഇത്രത്തോളം നടത്തിയ ദൈവം. ഇനി മുമ്പോട്ട് നോക്കി, ഞങ്ങളുടെ തലമുറയെ മാനിക്കുന്ന ദൈവം, അത് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി വരുന്നത്, ഇതെല്ലാം മുമ്പോട്ടാണ് കാണുന്നത്. പക്ഷെ എന്താ കാണാതെ പോയെന്നറിയോ? നിങ്ങളുടെ പാപങ്ങളുടെ ശുദ്ധീകരണം നടന്ന കാൽവരിയിലോട്ട് എത്തുകയല്ല കണ്ണ്. ഹ്രസ്വദൃഷ്ടിയാണ്, അത്രയും ദൂരം കാണാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴും നന്ദി പറയുമ്പോഴൊന്നും കാൽവരി ക്രൂശിൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പാപങ്ങളുമായി വേദന മുഴുവൻ സഹിച്ച് തകർക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം എന്ന് പറയാൻ നമ്മുടെ വാ പൊങ്ങില്ല. നിങ്ങൾ വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം പറയുന്നത് കേട്ടോ, ഇത്രത്തോളം നടത്തി, ഇന്നലെ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി എന്നല്ലേ പറയുന്നുള്ളൂ. എന്താ അവർക്ക് പറയാൻ പറ്റാത്തത്? കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്നും അവൻ്റെ മരണത്താൽ നമുക്ക് ലഭിച്ച പാപമോചനത്തിനായി സ്തോത്രമെന്നും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായി കർത്താവിന് മുമ്പിൽ നിൽക്കുന്നതിനാൽ കുഞ്ഞാടിനെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന് എന്താണ് ആരാധനയിൽ പറയാൻ പറ്റാത്തത്? ബിക്കോസ് നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. ഇനി മുമ്പോട്ട് നോക്കി, അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അതിലും മുമ്പോട്ട് നോക്കിക്കേ, തേജസ്സിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. അങ്ങോട്ട് കണ്ണെത്തുമ്പോഴാണ് നമ്മൾ ആത്മീകരായിട്ട് മാറുന്നത്. എന്നിട്ടവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തിയാൽ, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇവിടെ ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല, ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്താ ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ രാവിലെ മുകളിലത്തെ ഒരു റൂമിലാണ് താമസിക്കുന്നത്, ഞാൻ അപ്പുറത്ത് പാസ്റ്റർ താമസിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ കയറണമെങ്കിൽ ഞാൻ പോയി അലാം ബെല്ലടിക്കും. അത് ധാരാളമായ പ്രവേശനമല്ല. പാസ്റ്ററുടെ കുട്ടി വലുതായി സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവൻ എങ്ങനെയായിരിക്കും വന്ന് കയറുന്നത്? അവൻ തല്ലി തുറന്നകത്ത് കയറി വരും. കാരണം എന്താ? കീ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി പിടിച്ചെടുത്തുകൊണ്ടും തുറക്കും. കീ അടച്ചു കിടക്കുകയാണെങ്കിൽ കീ കണ്ടില്ലെങ്കിൽ ജനൽ തുറന്നു വെക്കണം, അതിലൂടെ വെള്ളം കയറും. കാരണം അവൻ്റെ വീടാണ്, അവൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് അവൻ പ്രവേശിക്കാം. എനിക്കവിടെ ധാരാളമായി പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കുക എന്ന് പറയുന്നത് അർത്ഥം
അതെൻ്റെ വീടാന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന പൂർണ്ണ സന്തോഷത്തോടെ. കയറ്റുമോ ഇല്ലയോ മണിയടിക്കണോ അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം തന്നെ ഞാനത് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ദീർഘദൃഷ്ടി നമുക്കുണ്ടാകുമ്പോഴാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാകുമ്പോഴാണ്, നമ്മുടെ വിളി ഉറപ്പാണ്. കർത്താവ് എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എൻ്റെ ഉള്ളിൽ ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയെങ്കിലും എത്തിക്കുത്തി പ്രവേശിക്കുകയല്ല, ഞാൻ ധാരാളമായി പ്രവേശിക്കുക. അങ്ങനെ ധാരാളമായി പ്രവേശിച്ച അനേക ശുശ്രൂഷകർ നമ്മുടെ മുമ്പേ നടന്നിട്ടുണ്ട്. അവർക്ക് ഉറപ്പായിരുന്നു അവരുടെ ജീവിതം ഇങ്ങനെയാണ് തീരാൻ പോകുന്നത്, അവരുടെ വീട്ടിലേക്ക് അവർ പോകുന്നത്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ടും അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് വീണ്ടും ദൈവം അനുവദിച്ചാൽ കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, വീണ്ടെടുപ്പിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ തകരേണ്ട, നുറുക്കപ്പെടേണ്ട, നരകത്തിൽ പോകേണ്ട, അങ്ങയുടെ ശത്രുക്കളായി ജീവിക്കുന്ന അവസ്ഥയിൽ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ അടികൊള്ളേണ്ട അടിയെല്ലാം അവിടുന്ന് കൊണ്ടു. ഞങ്ങൾ മരിക്കേണ്ട മരണം, ശാപമരണം അവിടുന്ന് ആ ക്രൂശിൽ അനുഭവിച്ചു. ആ ഒരു നിമിഷം ഞങ്ങളുടെ മുഴുവൻ വേദനകൾ അവിടുന്ന് ചുമന്നു. കർത്താവെ, അവിടുത്തെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചു, പുതിയ നിയമത്തിൻ്റെ അവകാശികളാക്കി ഞങ്ങളെ മാറ്റി. നന്ദിയോടെ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് യോഗ്യൻ. ഞങ്ങളുടെ രക്ഷയുടെ പൂർണ്ണ യോഗ്യത അങ്ങേക്കാണ്. ബലവും ബഹുമാനവും സ്തോത്രവും സ്തുതിയും സ്വീകരിപ്പാൻ കുഞ്ഞാടെ അങ്ങ് യോഗ്യൻ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ സ്തോത്രം ചെയ്തു അങ്ങേ നമസ്കരിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയെ പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും അങ്ങേ നമസ്കരിക്കുകയും അങ്ങേ വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. സകല സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായ കുഞ്ഞാടിനെ, സിംഹാസനത്തിലിരിക്കുന്നതിനെ കുഞ്ഞാടിനെയും ഞങ്ങൾ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.